ഹായ് ഓൾ, ഡോക്ടർ ഡാൻ സലീമാണ്. ഞാനിപ്പോൾ നാട്ടിലാണ്, അതുപോലെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫിഷ് ടാങ്കിനെ കുറിച്ചും അതുപോലെ നമ്മൾ ഫിഷ് വളർത്തുന്ന സമയത്ത് നമുക്ക് കുറേ ആരോഗ്യ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം, ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഒരു 35 വർഷത്തോളമായി എൻ്റെ ഫാദർ മീൻ ഇതുപോലെ ഫിഷ് ടാങ്കിൽ വളർത്തുന്നുണ്ട്. ചെറുപ്പം മുതലേ നമ്മളത് കാണാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഒത്തിരി ഗുണമുണ്ട് ഈ ഫിഷ് ടാങ്ക് വളർത്തുന്നതുകൊണ്ട് തന്നെ. നമുക്ക് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ മാനസിക സമ്മർദ്ദം നല്ലോണം കുറയും. കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ നല്ലോണം കുറയുന്നതായിട്ട് കാണാം. ഉറക്കം നല്ലോണം കിട്ടും. അതുപോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നുള്ള കുട്ടികൾക്കൊക്കെ മീൻ വളർത്താനായിട്ടാണ് അവർ പറയുന്നത്. വീട്ടിൽ മീൻ വളർത്തുകയും അതുപോലെ മീൻ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യമായിട്ട് കുഴപ്പം, ഡിപ്രഷൻ നിന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം മീൻ വളർത്തുന്നത് വളരെ നല്ലതാണ്. നമ്മളിത് കൂടാതെ പുറത്തൊരു വലിയ ടാങ്കുണ്ട്, വലിയ ഒരു സിമെൻറ്റ് കൊണ്ടുള്ള കെട്ടിയിട്ടുള്ള ഒരു ടാങ്കുണ്ട്. അതിനകത്ത് നമ്മൾ കരിമീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ കരിമീൻ നമുക്ക് കറി വയ്ക്കാനും അതുപോലെ റിലേറ്റീവ്സിന് കൊടുക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് വളർത്തുന്നുണ്ട്. ഇപ്പോൾ കരിമീൻ വളർത്താൻ വലിയ പ്രയാസമാണ്. കാരണം നല്ല വെള്ളം വേണം. പിന്നെ അതുപോലെ തന്നെ pH ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ ചോദിക്കും പുഴയിലൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് വരും. സാധാരണ വളർത്തുന്ന സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഫിഷ് ടാങ്കിലും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഇന്നലെ രാത്രി ഫുൾ വെള്ളം ലീക്കായിരുന്നു. ആക്ച്വലി ഫിൽറ്റർ ബ്ലോക്കായിട്ട് ഫുൾ വെള്ളം, ഈ റൂമിലെല്ലാം വെള്ളം വന്നായിരുന്നു ഇന്നലെ രാത്രി. പിന്നെ നമ്മൾ ഫിഷിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഫുഡാണ് നമ്മൾ ഈ ഫിഷിന് കൊടുക്കുന്നത്. ഇപ്പോൾ 2 തരം ഫിഷ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഇപ്പം ഓസ്കാർ എന്നുള്ളൊരു ഫിഷും ഉണ്ട്, പാരറ്റ് എന്നുള്ളൊരു ഫിഷും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു ചെറിയ ഉപ്പുള്ള വെള്ളം, കൂടുതൽ ഉപ്പുള്ള വെള്ളമോ അല്ലെങ്കിൽ ക്ലോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും മീൻ മരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇപ്പം പണ്ട് നമുക്ക് ഏഞ്ചൽ ഫിഷും ഗോൾഡ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മരിക്കും. ഇപ്പോൾ ഉള്ളതെല്ലാം ഓസ്കാർ ഫിഷാണ്. ഓസ്കാർ ഫിഷും ഇതിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതിന് പുറത്ത് കുറേ ചെള്ള് പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കിപ്പം ഈ ഒരു ഫിഷ് ലൈസ് എന്നുള്ള ഒരു ഇതുണ്ട്, ഈ ചെള്ള് മാറ്റാനായിട്ടുള്ള ഒരു ഇതിട്ടതിന് ശേഷമാണ് ഇപ്പം, അതായത് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവരുന്ന മീനുകളെ നമ്മൾ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ കിട്ടും. അത് കലക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇടും. ഒരു 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ അതിൻ്റെ അകത്ത് ഇടും. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വെള്ളത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെയുള്ള ഈ ഫിഷ് ലൈസ്, ഈ ഒരു അതായത് ചെള്ള്, പല മീനുകളിലും ചെള്ളുകളുണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ട് ഇത് ഇട്ടതിന് ശേഷമാണ് കിടത്തുന്നത്. അപ്പം മറ്റ് മീനിലോട്ട് പകരില്ല. അല്ലെങ്കിൽ സംഭവിച്ചത് ഞാൻ ഒറ്റയടിക്ക് 10ഉം 15ഉം മീനുകൾ മരിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ പല ഫംഗസ് ഡിസീസൊക്കെ ഇതിന് വരാറുണ്ട്. ഇതിന് ആദ്യം നമ്മൾ ഇരുന്നതെല്ലാം ഫ്രഷ് പ്ലാന്റ്സ് ആയിരുന്നു. ഫ്രഷ് പ്ലാന്റ്സ് പക്ഷേ ഈ മീൻ ഇങ്ങനെ കടിച്ച് അത് പെട്ടെന്ന് അഴുകി പോവുകയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നതെല്ലാം ഡെക്കറേഷൻ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇതിന് വീട്ടിൻ്റെ വെളിയിൽ വലിയൊരു 8 പോലൊരു ടാങ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാസത്തിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിനെ ബക്കറ്റിലോട്ട് പിടിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും ഒക്കെ, 2 അനിയന്മാരാണുള്ളത്. 2 എമർജൻസി ഫിസിഷ്യൻസ് ആണ്. ഒരാളിപ്പം PRS ഹോസ്പിറ്റലിലും അതുപോലെ പിന്നെ ഇവിടെയും കാരക്കോണം മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്യുന്നു. മറ്റേ വ്യക്തി മുംബൈയിൽ എമർജൻസി MD കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവരുള്ള സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വല്ലപ്പോഴേ വീട്ടിൽ സമയം കിട്ടാറുള്ളൂ ഇങ്ങനെയുള്ള സമയത്ത്. ഞാൻ കൂടുതലും പഠിച്ചതെല്ലാം തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയാണ്. വീട്ടിലെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, കാരണം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഹെൽത്ത് വീഡിയോസാണ് മാക്സിമം ചെയ്യാറുള്ളത്, അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചെയ്യാറോ ഇല്ല. പക്ഷേ എപ്പോൾ ആൾക്കാരെ കണ്ടാലും, ആരെ കണ്ടാലും ഒരു പറയുന്നത് വീട്ടിനെ കുറിച്ച് പറയുമോ അല്ലെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമോ എന്നുള്ള എല്ലാ ആളുകളും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ല, അൽഷിമേഴ്സ് ഡിസീസിനും അതുപോലെ ഉറക്കം കിട്ടാത്തവർക്കും ADHD ഉള്ളവർക്കൊക്കെ മീൻ വളർത്താനായിട്ടാണ് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരു സ്ട്രെസ്സ് കുറയും. അപ്പോൾ ഇത് നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു മോട്ടറാണ് കണ്ടോ. ഈ മോട്ടർ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഫാദർ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഫിഷിൻ്റെ ഫുഡ് പോകാനായിട്ടുള്ളതാണ്. 12 മണിക്കൂർ സെറ്റ് ചെയ്യാൻ പറ്റും, 24 മണിക്കൂർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈമിൽ ഫുഡ് പോയിക്കോളും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ഫിൽറ്ററാണ് നമുക്കുള്ളത്. 2 ഫിൽറ്റർ ഉള്ളത് കൊണ്ട് ക്ലീനിങ് 1 മാസത്തിൽ ഒരിക്കൽ മതി. ഇപ്പോൾ സൈഫൺ മെത്തേഡ് വഴിയാണ് നമ്മൾ, അതായത്
നമുക്കറിയാമല്ലോ പണ്ട് ഫിസിയോളജി നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ച രീതിയിൽ വെള്ളം താഴോട്ട് വരുന്ന രീതിയിൽ പൈപ്പിൽ വെള്ളം വെച്ചതിന് ശേഷം ഇങ്ങനെ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രെയിൻ ആവും. അങ്ങനെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആക്ച്വലി സിറ്റ് ഔട്ട് അപ്പുറത്താണ്. അതുപോലെ ഇവിടെ ഞാനിപ്പോൾ ഇരുന്ന ഡൈനിങ് റൂമാണ്. അപ്പം അവിടെ നിന്ന് 2 സ്ഥലത്തിരുന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഫാദർ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കണ്ടോ, വളരെ ക്ലോസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ റിലാക്സിങ് ആണ് ആക്ച്വലി. നമുക്കിത് കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലോണം ആക്ച്വലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ വീട് ഒരു ദിവസം കാണിച്ചു തരാം. കാരണം വീട് തന്നെ പുള്ളിയാണ് ഡിസൈൻ ചെയ്തത്. അദ്ദേഹം ഡിസൈൻ ചെയ്ത വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ഒരു ആർക്കിടെക്റ്റാണ്, ഡോക്ടറുമാണ്. അപ്പം ഇതാണ് മീൻ വളരെ ക്ലോസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ വരാം. വളരെ വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. അപ്പം ടേക്ക് കെയർ ഓൾ.